മഹനീയ തീരം അറിവിൻ പൊൻതാരം സ്വബാഹുൽ ഖൈറ മജ്ലിസിൻ നൂരം പതിനായിരങ്ങൾ അണയും സഭയോരം ഇംദാദി ഉസ്താദിന്റെ സ്വരമൂരം അജബാലൊരു മജ്ലിസിത് ഇൽമിൻ നിറകേദാരം അറിവായിരമേകിടും നന്മ വെളിച്ചം പകർത്തിയിടും ഹംദാലെ തുടങ്ങിയിടും മധു അറിവും പകർന്നിടും വിക്റും സ്വലവാത്തുകളാൽ അഹദോനിലലിഞ്ഞിടും. പല ആളുകളുടെയും ഒരു സങ്കടമാണ് ഉസ്താദേ, വീട്ടിലേക്ക് കയറിയാൽ പിന്നെ സമാധാനമില്ലെന്നേ, ഒരു സ്വസ്ഥതയില്ല. ചിലപ്പോഴൊക്കെ വീട്ടിലേക്ക് കയറിയിട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാറുണ്ട്. ചിലപ്പോൾ പാതിരാത്രി വന്നാണ് വീട്ടിൽ കിടക്കാറ്. ഒരു പ്രയാസമാണ് വീട്ടിൽ, സമാധാനമില്ല, സ്വസ്ഥതയില്ല. അതുപോലെ എപ്പോഴും വീട്ടിൽ രോഗങ്ങളാണ്, ഒരു മാനസിക ഉല്ലാസമില്ല, പൈശാചിക ഉപദ്രവമാണ്, ദാരിദ്ര്യമാണ്, കയ്യിൽ പൈസ നിൽക്കണില്ല. വീടുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് പറയാനുണ്ട് അല്ലേ. നമുക്ക് വീട്ടിൽ സമാധാനം വേണ്ടേ? രോഗങ്ങളിൽ നിന്ന് മുക്തി വേണ്ടേ? നിരന്തരം ഇങ്ങനെ രോഗങ്ങൾ, നിരന്തരം ദാരിദ്ര്യം, കയ്യിൽ 5 പൈസ നിൽക്കണില്ല, എപ്പോഴും ബുദ്ധിമുട്ടി, എപ്പോഴും ഒരു പൈശാചിക ഉപദ്രവം ഇങ്ങനെ നമ്മളെ മുട്ടി നിൽക്കുന്നത് പോലെ നമുക്കിതിൽ നിന്നൊക്കെ രക്ഷ നേടണ്ടേ? രക്ഷ വേണോ വേണ്ടേ? വേണോ അല്ലേ? 4 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന 4 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വീട്ടിൽ സമാധാനം നിറയും, സ്വസ്ഥത നിറയും, അടിക്കടിയുള്ള ഹോസ്പിറ്റൽ കേസുകൾ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ കാവല് തരും, ഉറപ്പാണ്. പഠിപ്പിച്ചത് മുത്ത് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 4 കാര്യങ്ങൾ ഏതാണെന്ന് നമുക്ക് പഠിക്കണ്ടേ? കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഒരു സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നല്ല പോസിറ്റീവ് വൈബുള്ള ദിവസമായി നമ്മുടെ ദിവസത്തെ മാറ്റി തീർക്കുമാറാകട്ടെ. എല്ലാവരും ഹാപ്പി അല്ലേ? അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് നമ്മുടെ വീടിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കണം അല്ലേ. വീടിൻ്റെ അറബി പദം എന്താണ്? മസ്കൻ എന്നാണ്. മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ, ശാന്തിയുടെ കേന്ദ്രമാണെന്നൊക്കെയാണ് അർത്ഥം. സമാധാനത്തിൻ്റെ കേന്ദ്രം, ശാന്തിയുടെ കേന്ദ്രം, സ്വസ്ഥതയുടെ കേന്ദ്രം എന്നൊക്കെയാണ് ഈ മസ്കൻ എന്ന പദത്തിൻ്റെ അർത്ഥം, മലയാള അർത്ഥം എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും ഈ അർത്ഥത്തോട് യോജിച്ച് വരാറുണ്ടോ? പല ആളുകളും പറയണത് ഉസ്താദേ, വീട്ടിലേക്ക് കയറിയാൽ പിന്നെ സ്വസ്ഥതയില്ല, വീട്ടിലേക്ക് കയറിയാൽ സമാധാനമില്ല, വീട്ടിലേക്ക് കയറിയാൽ പിന്നെ ആകപ്പാട് ഒരു സ്ട്രെസ്സാണ്, എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങി ഓടണം. വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങിയാലാണ് സമാധാനം കിട്ടുള്ളൂ. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും, വീട്ടിലിരിക്കുമ്പോൾ എന്ത് ഇടങ്ങേറാണല്ലേ, പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ആശ്വാസമുണ്ട്. ഇത് അപകടമാണ്. വീട് സമാധാനത്തിൻ്റെ കേന്ദ്രമാണ്. സമാധാനത്തിൻ്റെ കേന്ദ്രമാകാത്തത് എന്തുകൊണ്ടാണ്? അവിടെ സമാധാനം ലഭിക്കാത്ത ചില ആളുകൾ നമ്മുടെ വീട്ടിൽ പണി നടത്തുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് പിശാചുക്കളാണ്. അവറ്റകളെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല, അഭിവൃദ്ധി ഉണ്ടാവില്ല, ബറക്കത്ത് ഉണ്ടാവില്ല. നിരന്തരം രോഗങ്ങളായി ഇങ്ങനെ കിടന്ന് നരകിക്കുക നമ്മുടെ വീടിൻ്റെ അകത്ത്. കാണുമ്പോൾ വലിയ വീടായിരിക്കും, വലിയ കാറുണ്ടാവും, എല്ലാം ഉണ്ടാവും, ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ നീറിപ്പുകയുന്നൊരവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നില്ലേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വെച്ചുകൊണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത്തരം പ്രയാസങ്ങളുള്ള ആളുകൾക്ക് ഇന്ന് നമ്മൾ പറയുന്ന ചില കാര്യങ്ങളിലൂടെ മാറ്റം ഉണ്ടാകണം ഇല്ലേ. വീടിനെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് മാറണം. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. 4 കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത് മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സിമ്പിളായ 4 കാര്യങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇഖ്ലാസോടെ ചെയ്യണം കേട്ടോ. കേൾക്കുമ്പോൾ സിമ്പിളാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട് ഉസ്താദേ, അങ്ങനെയല്ല. നിങ്ങൾ ഇഖ്ലാസോടെ ഇതൊന്ന് ചെയ്ത് നോക്കിയേ, നല്ല ഫലം ഉണ്ടാവും, ഉറപ്പാണ്. ഒന്നാമത്തത് എന്താണെന്നറിയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് കയറുക. ബിസ്മി ചൊല്ലാതെ ഒരിക്കലും നമ്മൾ വീട്ടിലേക്ക് കയറരുത്. അങ്ങനെ കയറുമ്പോൾ എന്താ സംഭവിക്കുക? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നമ്മളിങ്ങനെ വീട്ടിലേക്ക് നടന്നു വരുമ്പോഴേ നമ്മുടെ കൂടെ പിശാചും വരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് നമ്മൾ കയറുമ്പോൾ
ആ പിശാചിന് അകത്തേക്ക് കയറാൻ പറ്റില്ല. അവൻ തൻ്റെ അനുയായികളോട് വിളിച്ചു പറയും, മക്കളെ ലാ മബീത്തലക്കും, നമുക്കിന്നിവിടെ സ്റ്റേ ഇല്ല കേട്ടോ. പിശാചിങ്ങനെ നല്ല കണ്ടല്ല അടിപൊളി വീടാണ്, ഇവിടെ കിടന്നങ്ങോട്ട് ഉറങ്ങാം. പിശാചും ടീമും ഒക്കെ വരികയാണ് വീട്ടിലേക്ക്. ഈ പിശാച് കയറി നിൽക്കണ വീട്ടിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുമോ? എപ്പോഴും കെട്ടിയോളും വഴക്കാണ്, പ്രശ്നങ്ങളാണ്. ഒരു കാരണവുമില്ല, മിണ്ടിയാ പിണങ്ങ, ഒരു കാരണം ഉണ്ടാവില്ല. കാരണമുള്ള പിണക്കങ്ങളെക്കുറിച്ചല്ല, ഇതൊരു കാരണമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടാക്കിയിട്ട് അങ്ങനെ പിണങ്ങിക്കൊണ്ടേയിരിക്കുക. ഒരു സന്തോഷം ജീവിതത്തിലില്ല. എന്തേ കാരണം? നിൻ്റെ കൂടെ അവിടെ വന്നിട്ടുള്ളത് ശൈത്വാനാണ്. നിൻ്റെ കൂടെ വന്നിട്ടുള്ളത്, നീ ബിസ്മി ചൊല്ലിയിട്ടില്ല. വീട്ടിലേക്ക് കയറുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണേ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആ ഹദീസിൻ്റെ ബാക്കി ഇങ്ങനെയാണ്. വീട്ടിലേക്ക് കയറി വന്നു, ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിക്കഴിഞ്ഞാൽ അപ്പോഴും പിശാച് പറയും, മക്കളെ ലാ അശാ ലക്കും, ഇന്ന് നമുക്കിവിടെ ഫുഡും ഇല്ല മക്കളെ, വേഗം നമുക്ക് വേറെ എങ്ങനെങ്കിലും പോവാം, നമുക്കിന്നിവിടെ താമസമില്ല, നമുക്ക് ഭക്ഷണമില്ല, നമ്മളാകെ പോയിട്ടുണ്ട് എന്ന് ശൈത്വാൻ പറയും. ഔകമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? നമ്മുടെ കൂടെ പിശാച് കയറുമ്പോൾ ദാരിദ്ര്യം ഉണ്ടാവും. നമ്മുടെ കൂടെ പിശാച് കയറുമ്പോൾ നിരന്തരം രോഗങ്ങളാണ്. നമ്മുടെ കൂടെ പിശാച് കയറുമ്പോൾ എപ്പോഴും മക്കൾ ചിലപ്പോൾ ഞെട്ടി ഉണരും. അതുപോലെ തന്നെ നമ്മൾ സ്വപ്നം കണ്ട് പേടിക്കും. ഒരുപാട് പ്രയാസങ്ങൾ, ഒരു സമാധാനം ഉണ്ടാവില്ല. ഇന്ന് മുതൽ ബിസ്മി കൃത്യാക്കിക്കോ. നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ? നിങ്ങൾ ഒരാൾ മാത്രമല്ലല്ലോ. നമ്മൾ ബിസ്മി ചൊല്ലി പോന്നു, ചിലപ്പോൾ വേറെ ആൾ ബിസ്മി ഇല്ലാണ്ട് കയറിയാലോ. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ചിലപ്പോൾ കാവൽ ലഭിക്കും, നമുക്ക് മാത്രം കിട്ടിയാൽ പോരല്ലോ, ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടണ്ടേ. അപ്പം എല്ലാവരും നമ്മുടെ ബിസ്മിക്ക് ഇഖ്ലാസ് ഇല്ലാതെ പോയാലും പ്രശ്നമാണ്. ഇഖ്ലാസ് ഉണ്ടാകണം. വെറുതെയാണ് ബിസ്മില്ലാഹ് പറയും, അതിൽ കാര്യമില്ല. ഇഖ്ലാസോടെ അള്ളാഹു കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ചൊല്ലണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ പൈശാചിക ഉപദ്രവത്തിൽ നിന്ന് കാവൽ ലഭിക്കാൻ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരോടും, മക്കൾ ഇന്ന് മുതൽ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മിയിൽ കയറണേ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മിയിൽ കഴിക്കണേ പറഞ്ഞു കൊടുക്കണം. പലപ്പോഴും നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിൽ കുറച്ച് ഭക്ഷണം കഴിച്ചാലും ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് കൊളസ്ട്രോളും ഒരുപാട് രോഗങ്ങളും ഇങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയമായ വശം നോക്കിയാൽ നമ്മൾ ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണത്തിലെ നല്ല കണ്ടൻറ്റുകളൊക്കെ ശൈത്വാൻ കഴിക്കും. അവനിങ്ങനെ വാരിക്കുഴച്ച് നമ്മുടെ പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്നതാണ്. യാ അല്ലാ, ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ ആ വൃത്തികെട്ട കൈ നമ്മുടെ പ്ലേറ്റിൽ കിടന്നിളകുന്ന അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കി. അതാണ് നമ്മളിങ്ങനെ വാരി ഭക്ഷിക്കണത്. യാ അല്ലാ, പിന്നെ നമ്മൾ കഴിക്കുന്നത് അവൻ്റെ ചണ്ടിയാണ്, അവൻ ബാക്കിയാക്കിയതാണ്. അത് കഴിച്ചാൽ രോഗങ്ങളല്ലാതെ നിങ്ങൾക്ക് വേറെ സമാധാനം കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? കിട്ടുമോ? പിശാചിൻ്റെ എച്ചിലാണ് നമ്മൾ തിന്നണത്. ബിസ്മി ചൊല്ലാതെ കഴിക്കണ ഭക്ഷണം പിശാചിൻ്റെ എച്ചിൽ അവൻ വാരി തിന്ന ആ ബാക്കിയാണ് നമ്മൾ വാരി ഭക്ഷിക്കണത്. പിന്നെ അതുകൊണ്ട് നമുക്ക് പ്രോട്ടീനും വൈറ്റമിനും കിട്ടുമോ? ഒന്നും കിട്ടൂല. കുറേ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഇല്ലാതെ ഒന്നും കിട്ടൂല. മനസ്സിലാവണണ്ട. ഇന്ന് മുതൽ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി വേണം, അതോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി വേണം. ഒന്നാമത്തെ കാര്യം അതാണ്. സൂക്ഷ്മത പാലിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തേത്, വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ബിസ്മി ചൊല്ലി കയറിയ ഉടൻ തന്നെ ഒരു സൂറത്തുൽ ഇഖ്ലാസ് അങ്ങ് പാരായണം ചെയ്യുക. ഇഖ്ലാസ് സൂറത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ ഹുവല്ലാഹു സൂറത്ത് അങ്ങ് ഓതാന്നേ. ഒരു കുൽഹു അല്ലാഹു ഓത് സൂറത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഓതിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. വീട്ടിലെപ്പോഴും ദാരിദ്ര്യമാണ്. ചിലരുടെ പരാതിയാണ്, പക്ഷെ അതേ ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ കയ്യിലേക്ക് കിട്ടണതും പോണതും അറിയില്ല. ഒരു അത്യാവശ്യ കാര്യം വരുമ്പോൾ ആരുടെയെങ്കിലും പിന്നാലെ നടന്ന് കടം ചോദിക്കണം. വല്ലാത്ത മാനസിക പ്രയാസമാണ് ഉസ്താദ്. എന്ത് ചെയ്യും? സിമ്പിളായ പണിയാണ്. മുത്തുനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബി ഒന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, വീട്ടിൽ ദാരിദ്ര്യം ഒഴിഞ്ഞ നേരല്ല നബിയെ, എപ്പോഴും ദാരിദ്ര്യമാണ് യാ റസൂലല്ലാഹ്, എനിക്ക് ഒരു ഉപാധി പറഞ്ഞു തരണം, ഞാൻ എന്ത് ചെയ്യണം നബിയെ, ഞാൻ എന്ത് ചെയ്യണം? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മോനെ നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തോ. വീട്ടിലേക്ക് കയറുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കോ, ദാരിദ്ര്യമില്ലാതാകും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാകുന്നുണ്ട്? ഒന്നിൽ കൂടുതൽ ഇഖ്ലാസ് ഓതിക്കഴിഞ്ഞാൽ അയൽവാസിയുടെ ദാരിദ്ര്യം വരെ നീങ്ങിപ്പോകുന്നതാണ്. അത്ര അത്ഭുതമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അത് ആശയം മനസ്സിലാക്കി എൻ്റെ റബ്ബ് എനിക്ക് ഗുണം ചെയ്യുന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നമ്മളൊന്ന് ഓതി നോക്കിയാൽ വീട്ടിലേക്ക് കയറുമ്പോൾ ആ അത്ഭുതം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഡെയിലി ഇത് പതിവാക്കി നോക്കിയേ, ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് മുത്തുനബി തങ്ങളുടെ വാക്കല്ലേ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. എൻ്റെ മുത്തുനബി അല്ലാഹ് പറഞ്ഞതല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറഞ്ഞിട്ടില്ല. വഹിയല്ലാതെ അവിടെ ഒന്നും ഒഴിഞ്ഞിട്ടില്ല. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ പറയണേ, വീട്ടിലേക്ക് കയറുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. രണ്ടാമത്തേത് അതാണ്. മൂന്നാമത്തേത്,
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടുകാരോട് സലാം പറയാം. വീട്ടുകാരോട് എന്ത് പറയണം? അസ്സലാമു അലൈക്കും എന്ന് പറയണം. ആരാ പറയേണ്ടത് ശരിക്കും? വീട്ടിലേക്ക് കയറി വന്ന ഭർത്താവ് ഇല്ലേ, ഭാര്യയോട് പറയണം. എന്ത് പറയണം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചിരിച്ചുകൊണ്ട് പറയാം. എന്ത് രസമായിരിക്കും. അതായത് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആദ്യം പറയേണ്ടത് സലാമാണെങ്കിൽ എന്ത് സന്തോഷമായിരിക്കും. ഈ ഭർത്താവ് ചിരിച്ചുകൊണ്ട് വന്നിങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ഭാര്യ മൊന്നെ കയറ്റി പിടിച്ച് നിൽക്കരുത്. വലൈക്കും അസ്സലാം. കയറിക്കാക, മനുഷ്യന് വയ്യ, രാവിലെ തുടങ്ങിയ കഷ്ടപ്പാടാണ്, എല്ലാം കൊണ്ടും ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അതൊന്നും അപ്പം പറയല്ലേ. ആ മനുഷ്യൻ്റെ മൂടും പോവും, അന്നത്തെ ദിവസവും നിങ്ങളുടെ പോവും. മനസ്സിലാവണ്ട. ആ കാണുന്ന കാഴ്ചയിൽ ഒരു പുഞ്ചിരി പാസ്സാക്കാൻ ഇത്ര പാടാണോ? ഒന്ന് ചിരിക്ക്, ചിരിക്കടോ, ഒന്ന് ചിരിക്ക്. എവിടെ ഒന്ന് ചിരിച്ചെല്ലാവരും ഇപ്പോൾ? ചിരി വരണ്ടോ നോക്കട്ടെ. എവിടെ ചിരിക്കണില്ലല്ലോ. ചിരി കെട്ടിയോനെ കാണുമ്പോൾ വരണം എന്നാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആരാണ് നല്ല ഭാര്യ? നല്ല ഭാര്യ ആരാണ്? നല്ല ഭാര്യ ആരാന്ന് വെച്ചാൽ ഭർത്താവ് ഇങ്ങനെ അവളെ കാണുമ്പോൾ, അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മൂപ്പരുടെ മനസ്സങ്ങ് നിറയും സന്തോഷം കൊണ്ട്. അതായത് നിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ആ ഒരു ചിരിയും ആ ഒരു സന്തോഷമൊക്കെ കണ്ടിട്ട് മൂപ്പരുടെ മനസ്സ് നിറയും. പടച്ചോനെ, എൻ്റെ എല്ലാ ടെൻഷനും പോയല്ലോ അല്ല, സ്വസ്ഥത കിട്ടിയല്ലോ അല്ല, സമാധാനം കിട്ടിയല്ലോ അല്ല. ഭർത്താവ് സന്തോഷം കൊണ്ടങ്ങ് തുള്ളിച്ചാടും. അവളാണ് നല്ല ഭാര്യ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി പഠിപ്പിച്ചാണ്. നല്ല ഭർത്താവ് അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞാൻ പറയണില്ല. അപ്പോൾ നല്ല ഭാര്യയുടെ ലക്ഷണമാണ് ഭർത്താവിനെ കാണുമ്പോൾ സന്തോഷിക്കുക. ഒരു സന്തോഷപ്രകടനം അത് ഭർത്താവിൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യും. പിന്നെ ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, രണ്ടുപേരും മനുഷ്യന്മാരാണ്. എന്നും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസവും സങ്കടമൊക്കെ ഉണ്ടാകുമ്പോൾ ചിരിക്കാൻ പറ്റില്ല എന്ന് വെച്ചുകൊണ്ട് പിണക്കം അതിൻ്റെ പേരിൽ ഉണ്ടാവുകയും ചെയ്യരുത്. മനുഷ്യന്മാരല്ലേ, എപ്പോഴും ഒരേപോലെ ഇരിക്കുമോ? എപ്പോഴും ഒരേപോലെ ഇരിക്കുമോ? ഇല്ല, മാറ്റങ്ങളുണ്ടാവും അല്ലേ. പക്ഷേ നമ്മൾ പരിശ്രമിക്കുക. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പ്രയാസങ്ങളൊക്കെ പിന്നെ പറയാന്നേ. ആദ്യം ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ചിരി അങ്ങ് പാസ്സാക്കിക്കൊട്, മൂപ്പരുടെ മനസ്സൊന്ന് സന്തോഷിക്കട്ടെ, അവൻ നിന്നെ വല്ലാതെ അങ്ങ് സ്നേഹിക്കും. അപ്പോൾ ഭർത്താവ് കയറി വരുമ്പോൾ എന്ത് പറയണം? ആദ്യം തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറയണം. എന്താ അതിൻ്റെ ആശയം? അല്ലാഹു റബ്ബുൽ ആലമീൻ നിനക്ക് രക്ഷ നൽകട്ടെ. നിനക്കെന്ന് പറയുന്നത് ഭാര്യക്കാണ് പറയണം, അല്ലെങ്കിൽ ഉമ്മയാണ്, ആരായിക്കോട്ടെ അവിടെ ഉള്ളത്, മക്കളായിക്കോട്ടെ, ആരായിക്കോട്ടെ, രക്ഷ നൽകട്ടെ. എന്തിൽ നിന്നൊക്കെ? ദാരിദ്ര്യത്തിൽ നിന്ന്, അസുഖങ്ങളിൽ നിന്ന്, സാമ്പത്തികമില്ലായ്മയിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, ടെൻഷനിൽ നിന്ന്, അങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടോ അതിൽ നിന്നൊക്കെ നിനക്കുള്ള രക്ഷ തരട്ടെ, നിനക്ക് സമാധാനം തരട്ടെ. ഒരു പ്രാർത്ഥന. അതായത് ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് പ്രാർത്ഥിക്കുന്ന ദുആ, അതുപോലെ തന്നെ ഭർത്താവിന് വേണ്ടി ഭാര്യ പ്രാർത്ഥിക്കുന്ന ദുആ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദുആ, ഇതൊക്കെ ഉത്തരമുള്ള ദുആയാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അതിന് ഉത്തരം കിട്ടും. നിനക്കെന്താ രക്ഷ തരട്ടെ എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ രക്ഷ ഉണ്ടാവും. തിരിച്ച് ഭാര്യ അത് തന്നെയല്ലേ ഇത് വരക്കണത്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാകട്ടെ. എന്തിൽ നിന്ന്? ദാരിദ്ര്യത്തിൽ നിന്ന്, അസുഖങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, അങ്ങനെ എന്തെല്ലാം ഉണ്ടോ ആ ഷെറുകളിൽ നിന്നൊക്കെ അള്ളാഹുവിൽ നിന്ന് രക്ഷ ലഭിക്കട്ടെ. കണ്ടോ, ഈ ദുആ, ഈ അസ്സലാമു അലൈക്കും വലിയൊരു മരുന്നാണ്. നമ്മളെ ദാരിദ്ര്യത്തിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു കിടിലം മരുന്നാണ്. വീട്ടിലേക്ക് വരുമ്പോൾ ചിരിച്ചുകൊണ്ട് മനസ്സറിഞ്ഞിട്ട്, പറ്റുകയാണെങ്കിൽ കെട്ടിയൊക്കെ കൈയൊക്കെ കൊടുത്ത് സ്നേഹത്തോടെ സലാം പറയാം. കയറി വരുമ്പോൾ ഒരു കിസ്സൊക്കെ കൊടുക്കുക. എപ്പോഴും നമ്മൾ യാത്ര പോകുമ്പോൾ എവിടെ പോകാൻ നേരത്തും ഭാര്യയ്ക്ക് ഒരു ചുംബനം കൊടുത്തിട്ട് പോകാമെന്നാണ്. കൊടുക്കാറുണ്ടോ? ഭാര്യമാരെ ചേർത്ത് പിടിച്ചിട്ട് ഒരു ചുംബനം കൊടുത്തിട്ട് യാത്ര പോവുക. തിരിച്ചു വരുമ്പോഴൊരു ചുംബനം കൊടുക്കുക. അത് മതിയാകവർക്ക് ആ ദിവസം ഒന്ന് പോകാനായിട്ട്. മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ അവരിങ്ങനെ അടുക്കളയിൽ ഓടി നടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ കൊടുത്തൊരു ചുംബനത്തിൻ്റെ ചൂടുണ്ടല്ലോ, അത് മതിയാകവരുടെ ലൈഫ് നിൽക്കാൻ. ഹൃദ്യമായി മുമ്പോട്ട് പോകാൻ അത് മതിയാവും. അപ്പോൾ ഇന്ന് മുതൽ അത് അപ്ലൈ ചെയ്യണേ. സലാം മറക്കരുത്. ഇനി നാലാമത്തേത് എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു വരുന്നൊരു കാര്യമുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാല് വെച്ച് കയറുക. അതൊരു ബറക്കത്തിൻ്റെ ലക്ഷണമാണ്. നല്ല സ്ഥലങ്ങളിലേക്ക് കയറുമ്പോൾ എപ്പോഴും വലതുകാല് വെച്ച് കയറണം. ആ കയറിയ സ്ഥലത്തേക്കാൾ കുറഞ്ഞ വാല്യൂ ഉള്ള സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത്തേക്കാല് വെച്ച് ഇറങ്ങുക. പള്ളിയിലേക്ക് കയറുമ്പോൾ വലത്തേക്കാല്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതുകാല്. വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാല് വെച്ച് കയറുക, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതുകാല് വെച്ച് ഇറങ്ങുക. ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറുക, ഇറങ്ങുമ്പോൾ അതിനേക്കാൾ നല്ല സ്ഥലത്തേക്കാണല്ലോ ഇറങ്ങണേ, വലതുകാല് വെച്ച് ഇറങ്ങുക. മനസ്സിലാവുന്നുണ്ടോ? അത് ബറക്കത്തിന് നിദാനമാകുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ സംഭവം ഇത് വളരെ ലാഘവത്തോടെ കാണുന്ന കാര്യമാണ്, ചെറിയ വിഷയങ്ങളാണ്. പക്ഷേ ഇത് നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ചാൽ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷയാണ്, സാമ്പത്തിക പരാധീനതകളിൽ നിന്ന് രക്ഷയാണ്, ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല, സ്വസ്ഥതയുള്ള ജീവിതം ലഭിക്കും, സമാധാനമുള്ള ജീവിതം ലഭിക്കും. ഉറപ്പാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇന്ന് മുതൽ അപ്ലൈ ചെയ്യൂലേ? ചെയ്യുമോ?
അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ-റഹീമായ കരുണക്കടലായ തമ്പുരാനെ, ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല, നീ ഞങ്ങളെ ഖായിബാക്കല്ലയല്ല. നീ തഴഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകാനാണ് റബ്ബേ. പടച്ചവൻ, ഈ സദസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ തൗഫീക്ക് നൽകണയല്ല. ഞങ്ങളുടെ ഭവനങ്ങൾ സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാക്കണയല്ല, സ്വസ്ഥതയുടെ ഭവനാക്കണയല്ല. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പരാധീനതകളിൽ നിന്നും കാവലേകണയല്ല. നിരന്തരം രോഗങ്ങൾ, നിരന്തരം സാമ്പത്തിക പ്രയാസങ്ങൾ, നിരന്തരം ദാരിദ്ര്യം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർ എല്ലാവർക്കും നീ മുക്തി നൽകണയല്ല. അസുഖബാധിതർക്ക് ശിഫ നൽകണയല്ല. കുടുംബത്തിൽ സമാധാനം നൽകണയല്ല. പൊന്നുമക്കളെ നന്നാക്കണയല്ല. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യം നൽകണയല്ല. എല്ലാ പരീക്ഷകളിലും നീ വിജയം നൽകണേ ചമ്പുരാനെ. പടച്ചവനെ, ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണയല്ല. ഉള്ള ജോലിയിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണയല്ല. കടങ്ങൾ ഏറ്റെടുക്കണയല്ല. പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് കാവലേകണയല്ല. അർഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, പടച്ചവനെ, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല. സന്താനങ്ങളില്ലാതെ വിനുമ്പുന്നവർ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. യാ റബ്ബന, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ. ഈമാൻ സലാമത്താക്കണയല്ല. പെട്ടെന്ന് വിളിക്കല്ലയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും കുടുംബസമേതം തന്നെ നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.